ഹലോ ഡിയർ സ്റ്റുഡൻസ്, മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത് എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അത് നമുക്ക് വേഗം ഒന്ന് പഠിക്കാം. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്? ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനാണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ അതിന്റെ മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പേയ്മെന്റ് ഇൻ ലംസമാണ്. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? ഫണ്ട് കൊടുത്ത് മൊത്തം എമൗണ്ട് പേയ്മെന്റ് നടത്തി അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത്? ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ് പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. നമ്മൾ ഒന്നിച്ച് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്? ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് പ്രകാരം കൊടുക്കുന്നത്. അതായത് ടെനറിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു തീർക്കും. അത് ക്യാൻസൽ ചെയ്യാറുണ്ട്. നോക്കി, അണ്ടർ ദിസ് മെത്തേഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് മെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെന്റ്സ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ് ഡ്യൂറിംഗ് ദ ടെനർ ഓഫ് ദ ഡിബഞ്ചേഴ്സ്. ദെൻ തേർഡ് മെത്തേഡ് നോക്കി, പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. കമ്പനി എന്ത് ചെയ്യാണ്? അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഓപ്പൺ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്? റിട്ടേൺ ബൈബാക്ക് ചെയ്യാണ്. അതായത് ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാണ്? കമ്പനി തന്നെ വാങ്ങിക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. വെൻ എ കമ്പനി പർച്ചേസസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാൻസലേഷൻ, such act of purchasing of cancellation is called redemption of debentures by purchase in the open market. And last one നോക്കി, by conversion into shares or new debentures. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ന്യൂ ഷെയർസിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഡിബഞ്ചറിലേക്കോ കൺവേർട്ട് ചെയ്തുകൊണ്ട്, ന്യൂ ക്ലാസ് ഓഫ് ഡിബഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് നമ്മളുടെ മെത്തേഡ്സ് ആയിട്ടുള്ളത്. ഇത് എന്ത് ചെയ്യുക? എന്തായാലും പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്.